A very warm welcome to all the doctors out there. My name is Dr. Gautam Manoj, 2018 MBBS graduate from Government Medical College, Kottayam. നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് കേരള PSCയുടെ അപ്കമിംഗ് അസിസ്റ്റന്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറിന്റെ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം സർജറി എന്ന് പറയുന്നത് ഏതൊരു എക്സാമിനും എസ്പെഷ്യലി PSCക്ക് ഹൈ മാർക്സ് ക്യാരി ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അപ്പോൾ അതിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയ ട്രോമ ആൻഡ് ട്രയാജിങ്ങിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്ട്രേറ്റ് ടു ദ ടോപ്പിക്. ബേസിക്കലി ട്രയാജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു വേർഡ് ആയിരിക്കും. എസ്പെഷ്യലി കേരളത്തിൽ അല്ലെങ്കിൽ അതുപോലെ ഹെവി ആയിട്ട് ലോഡുള്ള ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് പോസ്റ്റ് ഇന്റേൺഷിപ്പ് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാർക്ക് ട്രയാജിങ് ട്രോമ എന്നൊക്കെ പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ടേംസ് ആയിരിക്കും. ബേസിക്കലി വെരി സിംപ്ലി സ്പീക്കിംഗ്, ട്രയാജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ നമ്മുടെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ പേഷ്യൻറ്റിന് എന്ത് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്ത് നമ്മൾ പേഷ്യൻറ്റിനെ ക്ലാസിഫൈ ചെയ്ത് പേഷ്യൻറ്റിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സിമ്പിൾ പ്രോസസ്സിന്റെ പേരാണ് ട്രയാജിങ്. ട്രയാജിങ്ങിൻ്റെ ഒരു ഓവർവ്യൂ മാത്രമാണ് പറഞ്ഞത്. ഇൻ ഇന്ത്യ, നമ്മുടെ ഇന്ത്യൻ സെറ്റപ്പിൽ ട്രയാജിങ് ചെയ്യുന്നത് ATLS ഗൈഡ് ലൈൻസിന്റെ അണ്ടറിലാണ്. അത് വേൾഡ് വൈഡ് പല കൺട്രീസ് പല ഗൈഡ് ലൈൻസ് ആണ് ഫോളോ ചെയ്യുന്നത്. US വേറൊരു ഗൈഡ് ലൈൻസ് ആണ്. UK നൈസ് എന്ന് പറയുന്ന ഗൈഡ് ലൈൻസിന്റെ അണ്ടറിലാണ് ട്രയാജിങ് വരുന്നത്. ഇന്ത്യയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് അഡ്വാൻസ് ട്രോമ ലൈഫ് സപ്പോർട്ട് എന്ന് പറയുന്ന ATLS ഗൈഡ് ലൈൻസിന്റെ അണ്ടറിൽ വരുന്ന ട്രയാജിങ് സിസ്റ്റമാണ്. അപ്പോൾ മൂവിങ് ഫോർവേഡ്, എയിം ഓഫ് ട്രയാജിങ് എന്ന് പറയുന്നത് ടു പ്രയോറിറ്റൈസ് അവർ ട്രീറ്റ്മെന്റ് അക്കോർഡിംഗ് ടു സിവിയറിറ്റി ഓഫ് ദി ഇഞ്ചുറി ദാറ്റ് ദ പേഷ്യന്റ് ഹാസ് അണ്ടർഗോൺ. അപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വർക്ക് ചെയ്യുന്ന ആശുപത്രിയുടെ സൈറ്റിൽ അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കാലിറ്റിയിൽ ഒരു ബസ് ആക്സിഡൻറ്റിൽ പെട്ടെന്ന് വിചാരിക്കുക. ഒരു 20 to 30 പേഷ്യൻസ് ആ ആക്സിഡൻറ്റിൻ്റെ വിക്ടിംസ് ആയെന്ന് വിചാരിക്കുക. ഇവരെല്ലാം ആദ്യം കൊണ്ടുവരാൻ പോകുന്നത് നിയറസ്റ്റ് കാഷ്വാലിറ്റി അല്ലെങ്കിൽ നിയറസ്റ്റ് എമർജൻസി ഫെസിലിറ്റി ഉള്ള നിങ്ങളുടെ ആശുപത്രിയിലേക്കാണെന്നും വിചാരിക്കുക. ഒരു ആശുപത്രിക്കും അൺലിമിറ്റഡ് റിസോഴ്സസ് ഇല്ല. Every hospital has their own limitation of resources, and in a case of mass casualty there's more demand. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജിയാണ് ഈ ട്രയാജിങ് എന്ന് പറയുന്നത്. ഇഫ് യു ഡോണ്ട് അപ്ലൈ ട്രയാജിങ് ഇൻ സച്ച് എ സിറ്റുവേഷൻ വിൽ ബി ഓവർവെൽംഡ്. കാരണം അത്രയും റിസോഴ്സസ്, അത്രയും ഡിമാൻഡ് ഹാൻഡിൽ ചെയ്യാനുള്ള റിസോഴ്സസ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ വി ക്ലാസിഫൈ ദ പേഷ്യൻസ് ദാറ്റ് കം ഇൻ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഇൻ സച്ച് എ കേസ്. അപ്പം ഒരു 30 പേഷ്യൻസ് വന്നെന്ന് വിചാരിക്കുക. വി ഹാവ് ടു ക്ലാസിഫൈ ദ പേഷ്യൻസ് ഇൻ ടു 4 ഡിഫറെന്റ് കാറ്റഗറീസ്. ഈ 4 ഡിഫറെന്റ് കാറ്റഗറീസ് എന്ന് പറയുമ്പോൾ 4 ഡിഫറെന്റ് കളർ ടാഗ്സ് നമുക്ക് ഓരോ പേഷ്യന്റിന്റെയും സിവിയറിറ്റി ഓഫ് ദി ഇഞ്ചുറിയുടെ ബേസിസിൽ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ആൻഡ് ദീസ് കളേഴ്സ് ആർ റെഡ്, യെല്ലോ, ഗ്രീൻ ആൻഡ് ബ്ലാക്ക്. ഇതിനെപ്പറ്റി നമ്മൾ കൂടുതൽ താഴേക്ക് വരുമ്പോൾ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ജസ്റ്റ് ഇത്രയും ഒരു ഓവർവ്യൂ പോലെ പറഞ്ഞതേ ഉള്ളൂ. Mainly to prioritize the treatment according to the severity of the injury of the patient, and it is done because all hospitals have their own limitation in the resources and the demand is more in case of a mass casualty. വേറൊരു സിമ്പിൾ പോയിന്റ് കൂടെ, ഇത് മേ ബി ടെസ്റ്റഡ്. ഇറ്റ് സീംസ് വെരി സിമ്പിൾ, ബട്ട് നമുക്കത് ഡിസ്കസ് ചെയ്തില്ലെങ്കിൽ പറയാൻ പറ്റില്ല. ഓൾവേസ് റിമെമ്പർ, ഫസ്റ്റ് അവർ ഇൻ ട്രോമ എന്ന് പറയുന്നതാണ് ഗോൾഡൻ അവർ. ഒരു ട്രോമ അല്ലെങ്കിൽ റോഡ് ട്രാഫിക് ആക്സിഡന്റിൽ പെട്ട പേഷ്യന്റിന്റെ ഗോൾഡൻ അവർ, നമ്മൾ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേഷ്യന്റിനെ രക്ഷിച്ചെടുക്കാൻ സാധ്യതയുള്ള മണിക്കൂർ എന്ന് പറയുന്നത് ആദ്യത്തെ 1 hour ആണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് സർവൈവൽ പ്രോബിലിറ്റി കുറഞ്ഞു വരും. അപ്പം നമ്മളത് ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ. അപ്പം വി ഷുഡ് ആക്ട് ഫാസ്റ്റ്, ക്വിക്ലി ആൻഡ് ഇൻ എ സെൻസിബിൾ മാനർ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ട്രയാജിങ് ടാഗ്സ് ആണ്. ഇറ്റ് ഇസ് ഡൺ ടു ക്ലാസിഫൈ ദ പേഷ്യൻസ് ബേസ്ഡ് ഓൺ ദ severity of the injury. We can classify the patients into 4 different color tags. അതിൽ ആദ്യത്തേത് ഗ്രീൻ, അതിൽ ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി വരുന്നത് റെഡ് ടാഗ്, തൊട്ട് താഴത്തെ പ്രയോറിറ്റി വരുന്നത് യെല്ലോ ടാഗ്, അതിലും താഴെ പ്രയോറിറ്റി വരുന്നത് ഗ്രീൻ ടാഗ്, ആൻഡ് ലീസ്റ്റ് പ്രയോറിറ്റി വരുന്നതാണ് ബ്ലാക്ക് ടാഗ്. ഇത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. കൺസിഡർ ഓർ ജസ്റ്റ് ഇമാജിൻ 4 പേഷ്യൻസ് ഒരു ആക്സിഡന്റിൽ പെട്ട് ഒരു 2 വണ്ടി കൂട്ടിയിടിച്ചിട്ട് 4 പേഷ്യൻസ്, 4 പേഷ്യൻസ് ആർ ബീങ് വീൽഡ് ഇൻ ടു ദ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് വേർ യു ആർ വർക്കിംഗ്. അതിൽ ഓരോ പേഷ്യന്റിനും ഡിഫറെന്റ് ഇഞ്ചുറിയാണ്. ആദ്യത്തെ പേഷ്യന്റിന് ഹി ഹാസ് എ ന്യൂമോത്രാക്സ്. ന്യൂമോത്രാക്സ് എന്താണെന്ന് നമുക്കറിയാം.
നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻസിനും അല്ലാതെ ബാക്കി എല്ലാ ഒരുമാതിരിപ്പെട്ട എല്ലാ എക്സാമിനേഷൻസിനും ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ന്യൂമോതൊറാക്സ്, ഹീമോതൊറാക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കൺസിഡർ വൺ പേഷ്യൻറ്റ് ഹാസ് ന്യൂമോതൊറാക്സ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലങ്സിൽ ആണ് എയർ സാധാരണ ഉള്ളത്. ആ എയർ ലങ്സിൽ നിന്ന് എസ്കേപ്പ് ആയി ചെസ്റ്റ് ക്യാവിറ്റി ഇൻടാക്റ്റ് ആണ്, എപ്പോഴും ചെസ്റ്റ് വോൾ ഇൻടാക്റ്റ് ആണ്, സ്കിന്ന് പെനെട്രേറ്റഡ് അല്ല. അപ്പം എയർ എന്ന് പറയുന്നത് ലങ്സിൽ നിന്ന് പുറത്തു വന്നു ആൻഡ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ട്രാപ്ഡ് ബിറ്റ്വീൻ ദ ചെസ്റ്റ് വോൾ ആൻഡ് ദ ലങ്സ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എയറിന് പുറത്തേക്ക് പോകാനും പറ്റില്ല, അകത്തേക്ക് പോകാനും പറ്റില്ല. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കണേ? ദ പേഷ്യന്റ് ഇസ് ഗോയിങ് ടു ഹാവ് ഹൈപ്പോക്സിയ, ആസ്ഫിക്സിയ ആൻഡ് ദ പേഷ്യന്റ് മേ ഗോ ഇൻ ടു ഡെഫിനിറ്റ് റെസ്പിറേറ്ററി അറസ്റ്റ്. അപ്പം ഈ ടെൻഷൻ ഞാനിപ്പോൾ പറഞ്ഞ ടെൻഷൻ ന്യൂമോതൊറാക്സ് ആണ്. ദർ ആർ അതർ കേസസ് ലൈക്ക് ഓപ്പൺ ന്യൂമോതൊറാക്സ്, സിമ്പിൾ ന്യൂമോതൊറാക്സ് ഒക്കെ ഉണ്ട്. ബട്ട് ദേ ആർ നോട്ട് ആസ് സിവിയർ ആസ് കേസ് ഓഫ് ടെൻഷൻ ന്യൂമോതൊറാക്സ്. അപ്പോൾ ടെൻഷൻ ന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ടെൻഷൻ ന്യൂമോതൊറാക്സ് ഇസ് ആൻ എമർജൻസി കണ്ടീഷൻ ദാറ്റ് റിക്വയർസ് ഇന്റർവെൻഷൻ ആൻഡ് ദാറ്റ് ടു അറ്റ് എൻ എമർജൻസി ബേസിസ്. അപ്പം നമ്മൾ അങ്ങനെ 4 പേഷ്യൻസ് അങ്ങനെ വരുമ്പോൾ ടെൻഷൻ ന്യൂമോതൊറാക്സ് ഉള്ള പേഷ്യന്റിനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നമ്മൾ കൽപ്പിച്ച് കൊടുക്കേണ്ടത്. അങ്ങനത്തെ ഒരു പേഷ്യന്റിന്, അതായത് ഒരു ട്രയലിലേക്ക് വരുന്ന ഇപ്പം 4 പേഷ്യന്റ് ആണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ എമർജൻസി ആയിട്ടുള്ള കേസ്, ഏറ്റവും പെട്ടെന്ന് ഇന്റർവീൻ ചെയ്യേണ്ട കേസാണ്. അങ്ങനെയുള്ള കേസുകൾക്ക് നമ്മൾ കൊടുക്കുന്ന കളർ ടാഗ് ആണ് റെഡ് ടാഗ്. സീരിയസ് ഇഞ്ചുറീസ്, അതായത് ഇമ്മീഡിയറ്റ്ലി ഇന്റർവീൻ ചെയ്തില്ലെങ്കിൽ പേഷ്യന്റ് മേ ഡൈ സൂൺ, നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാനില്ല. അങ്ങനത്തെ കേസുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ടാഗ് ആണ് റെഡ് ടാഗ്. റെഡ് ടാഗ് ക്യാരീസ് ദ ഹയസ്റ്റ് പ്രയോറിറ്റി ഇൻ എനി കേസ് that has come into the casualty and it has to be dealt with in an emergency basis. അപ്പം നമ്മൾ റെഡ് ടാഗിനെ പറ്റി ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യെല്ലോ ടാഗിനെ പറ്റിയാണ്. യെല്ലോ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു 4 പേഷ്യൻസ് നമ്മുടെ കാഷ്വാലിറ്റിയിലേക്ക് വന്നു. അതിൽ ഒരാൾക്ക് ടെൻഷൻ ന്യൂമോതൊറാക്സ് ഉണ്ടായിരുന്നു. ഞാൻ ടെൻഷൻ ന്യൂമോതൊറാക്സ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ടെൻഷൻ ന്യൂമോതൊറാക്സ് മാത്രമല്ല നമ്മൾ റെഡ് ടാഗ് അസൈൻ ചെയ്യുന്ന കേസുകൾ, വേറെ ഒരുപാട് കേസുകളുണ്ട്. ബട്ട് ടെൻഷൻ ന്യൂമോതൊറാക്സ് ഒരു കോമണർ കേസ് ആയതുകൊണ്ടാണ് ഞാനത് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ടെൻഷൻ ന്യൂമോതൊറാക്സ് പേഷ്യന്റിന് നമുക്ക് റെഡ് ടാഗ് കൊടുത്തു. വി ഡയറക്ട് ദ പേഷ്യന്റ് ടു ദ റെഡ് സോൺ ആൻഡ് ദ പേഷ്യന്റ് ഇസ് ബീങ് ട്രീറ്റഡ് ബൈ അറ്റ് എൻ എമർജൻസി ബേസിസ്. ബാക്കി 3 പേഷ്യൻസിൽ ഒരു പേഷ്യന്റിന് ഒരു ഓപ്പൺ ഫ്രാക്ചർ ഉണ്ട്, മറ്റൊരു പേഷ്യന്റിന് ഒരു സ്കിൻ അബ്രേഷൻ ഉണ്ട്, മൂന്നാമത്തെ പേഷ്യന്റ് ഹീസ് ഓൾമോസ്റ്റ് ഡെഡ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. That patient is going into cardiac arrest on a recurrent basis. The nurses are giving him CPR, but നമുക്ക് അപ്പോഴും resuscitate ചെയ്യാൻ പറ്റുന്നില്ല. The ECG is showing a flat line. The patient is almost dead. In such a case, അങ്ങനത്തെ പേഷ്യൻസ്, അങ്ങനെ ഒരു പേഷ്യൻ്റ് കൂടെ നമ്മുടെ 3 പേഷ്യൻസ് ഉണ്ട്. അപ്പം നമുക്ക് 3 പേഷ്യൻസ് ആണ് ബാക്കിയുള്ളത്. ഒന്ന് ഓപ്പൺ ഫ്രാക്ചർ ഉള്ള പേഷ്യന്റ്, 2 സ്കിൻ അബ്രേഷൻ, അങ്ങനെ കുറച്ച് ചതവ് മുറിവൊക്കെ ഉള്ള പേഷ്യൻസ്, മൂന്നാമത്തേത് ഇങ്ങനെ ഒരു ഓൾമോസ്റ്റ് ഡെഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ്. ഈ 3 പേഷ്യൻസിന് ഓരോരുത്തർക്കും ഓരോ കളർ ടാഗാണ് നമ്മൾ ഇനി കൊടുക്കാൻ പോകുന്നത്. റെഡ് ടാഗ് നമ്മൾ കൊടുത്തു, അത് മാറ്റി. ഇനിയും ബാക്കി 3 ടാഗുകളാണുള്ളത്, യെല്ലോ, ഗ്രീൻ ആൻഡ് ബ്ലാക്ക്. ഇതിൽ ആർക്കൊക്കെ ഏതൊക്കെ ടാഗ് കൊടുക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓപ്പൺ ഫ്രാക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഒരു പേഷ്യന്റിന് റോഡ് ട്രാഫിക് ആക്സിഡന്റ് ആയി, ആ പേഷ്യന്റിന് ഫെമർ ഫ്രാക്ചർ ഉണ്ടായി. ആ ഫെമർ ഫ്രാക്ചർ ഉണ്ടായിട്ട് ആ ഫെമറിന്റെ പ്രോക്സിമൽ ആൻഡ് ഡിസ്റ്റൽ ഫ്രാഗ്മെന്റ് പുറത്തേക്ക് തള്ളി നിൽക്കുക, സ്കിന്നൊക്കെ പിയേഴ്സ് ചെയ്ത് ബോൺ ഫ്രാഗ്മെന്റ് പുറത്തേക്ക് തള്ളി നിൽക്കുക. പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ബോൺ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് നമുക്ക് കാണാം, ആ സ്കിന്നൊക്കെ പിയേഴ്സ് ആയിട്ട്. ഈസ് ഇറ്റ് an emergency? Yes, it is an emergency, but compared to tension pneumothorax, ഇറ്റ്സ് ലെസ് ഓഫ് എൻ എമർജൻസി അല്ലേ. ടെൻഷൻ ന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ പേഷ്യന്റ് നമ്മൾ ഡീൽ ചെയ്തില്ല, ആ പ്രോബ്ലം റിസോൾവ് ചെയ്ത്, നോട്ട് ഈവൻ 5 മിനിറ്റ്, നമുക്ക് 2 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. 2 മിനിറ്റിനുള്ളിൽ ആ പേഷ്യന്റ് നമ്മൾ ഡീൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ പേഷ്യന്റ് ഷുവർലി ബി ഡെഡ്. ഓപ്പൺ ഫ്രാക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു എമർജൻസി കേസാണ്, പക്ഷെ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് പേഷ്യന്റിനെ ലൂസ് ആവില്ല. വി ഹാവ് മോർ ടൈം അറ്റ് അവർ ഡിസ്പോസൽ കമ്പയർഡ് ടു ടെൻഷൻ ന്യൂമോതൊറാക്സ് പേഷ്യന്റ്. But is it an emergency? Yes, it is an emergency because it can lead to fatal complications, potential fatal complications. അപ്പോൾ നമുക്കത് നെഗ്ലക്ട് ചെയ്യാൻ പറ്റൂല. It has its own priority, but its priority comes below that of the patient with the tension pneumothorax. അപ്പോൾ റെഡ് ടാഗ് ടെൻഷൻ ന്യൂമോതൊറാക്സ് പേഷ്യന്റ് കൊടുത്തു. അപ്പം ഈ പേഷ്യന്റ് ഏത് ടാഗ് കൊടുക്കും? പേഷ്യന്റ് വിത്ത് ഓപ്പൺ ഫ്രാക്ചർ, we give him yellow tag, which comes just below the red tag in case of priority. അപ്പം യെല്ലോ ടാഗ് കൊടുത്തത് ആർക്കാ? ഓപ്പൺ ഫ്രാക്ചർ പേഷ്യന്റ്. ഇപ്പൊ അതൊക്കെ പേഷ്യൻസ് ആയി റെഡ് ടാഗ് വിത്ത് ടെൻഷൻ ന്യൂമോതൊറാക്സ്, യെല്ലോ ടാഗ് വിത്ത് എക്സാമ്പിൾ ഓപ്പൺ ഫ്രാക്ചർ. ഇനിയുള്ള 2 ടാഗുകളാണ് ഗ്രീനും ബ്ലാക്കും. ഇത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഗ്രീൻ എന്ന് പറയുന്നത് എപ്പോഴും കൊടുക്കുന്ന ആർക്കാ? ഗ്രീൻ എന്ന് പറയുന്ന ഒരു സേഫ് കളറാണ്, സേഫ് ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്നതാണ് ഗ്രീൻ കളർ.
ഈ അബ്രേഷൻ, ചതവ്, മുറിവ്, കൺട്യൂഷൻ എന്നൊക്കെ പറയുന്നത് ചെറിയ ചെറിയ കേസുകളാണ് കമ്പയർഡ് ടു ദ മച്ച് മോർ സീരിയസ് കേസസ് ദാറ്റ് ആർ കമ്മിങ് ഇൻ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അപ്പം ബാക്കിയുള്ള 2 പേഷ്യൻസിൽ ഒരാൾക്ക് ചതവ്, മുറിവ് ഒക്കെയാണുള്ളത്, മറ്റേ ആൾ ഓൾമോസ്റ്റ് ഡെഡ് ആണ്. അത് ഞാൻ പറഞ്ഞു. ഈ ചതവ്, മുറിവുള്ള പേഷ്യനെ നമുക്ക് ഒരുപാട് സമയമുണ്ട് ആ പേഷ്യനെ ഡീൽ ചെയ്യാൻ. നമ്മൾ പയ്യെ ഡീൽ ചെയ്താൽ മതി. ബിക്കോസ് ദാറ്റ് പേഷ്യൻ്റ് ഹാസ് മോർ ടൈം. നമുക്കും മോർ ടൈം ഉണ്ട് പേഷ്യനെ ഡീൽ ചെയ്യാൻ. വി ക്യാൻ അറ്റൻഡ് ടു ഹിം ആഫ്റ്റർ ഡീലിംഗ് വിത്ത് ദ റെഡ് ആൻഡ് യെല്ലോ ടാഗ് പേഷ്യൻസ്. അപ്പം ഈ ഗ്രീൻ ടാഗ് ആണ് നമ്മൾ ഈ മുറിവ്, ചതവ്, അബറേഷൻ അങ്ങനത്തെ ചെറിയ ചെറിയ ഇഞ്ചുറീസ് ഒക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസിന് കൊടുക്കാൻ പോകുന്നത്. സോ 3 ടാഗായി അസൈൻ ചെയ്തു. ഏറ്റവും ടോപ്പിൽ റെഡ് ടാഗ്, തൊട്ട് താഴെ യെല്ലോ ടാഗ്, തൊട്ട് താഴെ ഗ്രീൻ ടാഗ്. 3 ടാഗുകളായി 3 പേഷ്യൻസ് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്തു. ഇനി ആകെ ബാക്കിയുള്ളൊരു പേഷ്യൻ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഡെഡ് ആവാറായ പേഷ്യൻ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യും ആ പേഷ്യൻറ്റിന്? നമ്മൾ വിചാരിക്കും ഓൾമോസ്റ്റ് ഡെഡ് ആവാറായ പേഷ്യൻ്റ് അല്ലേ, അപ്പോൾ ആ പേഷ്യൻ്റല്ലേ നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണ്ടേ? നോ, വി ആർ ഓൾമോസ്റ്റ് സർട്ടൺ ദാറ്റ് വി കാൺട്ട് സേവ് ദിസ് പേഷ്യൻറ്റ്. ആ പേഷ്യൻ്റ് ഇസ് സിങ്കിങ്. ദാറ്റ് പേഷ്യൻ്റ് ഇസ് സിങ്കിങ് ആൻഡ് വി ക്യാൻ ഡു നത്തിങ് അബൌട്ട് ഇറ്റ്. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ആ പേഷ്യന്റിന് നമ്മൾ ലീസ്റ്റ് പ്രയോറിറ്റി കൽപ്പിച്ചു കൊടുത്ത് ബ്ലാക്ക് ടാഗ് കൊടുക്കുന്നത്. ബിക്കോസ് ആ പേഷ്യന്റിനെ നമ്മൾ ഏകദേശം എന്ത് ചെയ്താലും രക്ഷിച്ചെടുക്കാൻ പറ്റൂല എന്ന് ആസ് ഡോക്ടേഴ്സ് വി നോ. സോ വി ഡൈവേർട്ട് അവർ ടൈം ആൻഡ് എനർജി ടു ദോസ് പേഷ്യൻസ് ദാറ്റ് വി ക്യാൻ അറ്റൻഡ് ആൻഡ് സേവ് ഡെഫിനറ്റ്ലി. ദാറ്റ് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ട്രയാജിങ്. അപ്പം ഡെഡ് മോർബഡ് എന്നാണ് അങ്ങനെ ഓൾമോസ്റ്റ് ഡെഡ് ആയ പേഷ്യൻസിന് പറയുന്നത്. സോ ഡെഡ് മോർബഡ് പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്ന ടാഗ് ആണ് ബ്ലാക്ക് ടാഗ് ആൻഡ് ഇറ്റ് ക്യാരീസ് ദ ലീസ്റ്റ് പ്രയോറിറ്റി. ഓക്കെ, അപ്പോൾ ഏറ്റവും ടോപ്പിൽ റെഡ് ടാഗ്, ഏറ്റവും തൊട്ട് താഴെ യെല്ലോ ടാഗ്, തൊട്ട് താഴെ ഗ്രീൻ ടാഗ് ആൻഡ് ഈവൻ താഴെ ലീസ്റ്റ് പ്രയോറിറ്റി ഡെഡ് മോർബഡ് പേഷ്യൻസിന് കൊടുക്കുന്ന ബ്ലാക്ക് ടാഗ്. ഇതാണ് ട്രയാജിങ്ങിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. അതാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഈ സ്ലൈഡിലും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. റെഡ് ടാഗ് ഇമ്മീഡിയറ്റ് ലൈഫ് ത്രെറ്റനിങ്, യെല്ലോ ടാഗ് ലൈഫ് ത്രെറ്റനിങ് ബട്ട് നോട്ട് ഇമ്മീഡിയറ്റ് ഇനഫ്, ഗ്രീൻ ടാഗ് വാക്കിംഗ് വൂണ്ടഡ് പേഷ്യൻസ്, ബ്ലാക്ക് ടാഗ് മോർബൺ പേഷ്യൻസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ട്രോമ മാനേജ്മെന്റിനെ പറ്റിയാണ്. ഈ ട്രോമ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു വാസ്റ്റ് ടോപ്പിക് ആണ്. അത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ടോ 15 മിനിറ്റ് കൊണ്ടോ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല. ബട്ട് വി ക്യാൻ ഗിവ് എൻ ഓവർവ്യൂ അബൌട്ട് ട്രോമ മാനേജ്മെന്റ്. ട്രോമ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് എന്തൊക്കെയാണ് ട്രോമ മാനേജ്മെന്റിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് എന്നത് ഒരു ന്യൂമോണിക് വഴി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ആ ന്യൂമോണിക് ആണ് സോൾട്ട്. സോൾട്ട് എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയ ന്യൂമോണിക് ആണ്. ഇറ്റ്സ് നോട്ട് ഇൻ എനി സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക്. വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ്. സോൾട്ട്, എസ് എന്ന് പറഞ്ഞാൽ സോർട്ട്. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. വി സോർട്ട് ദ പേഷ്യൻസ് ഇൻ ടു 4 ഡിഫറെന്റ് കളർ ടാഗ്സ് ബേസ്ഡ് ഓൺ ദ സിവിയറിറ്റി ഓഫ് ദി ഇഞ്ചുറി ദാറ്റ് ദ പേഷ്യന്റ് ഹാസ് അണ്ടർഗോൺ. അപ്പം എസ് എന്ന് പറയുന്നത് സോർട്ട്. എ എന്ന് പറയുന്ന അസസ്. അസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ സോർട്ട് ചെയ്തു നമ്മുടെ പേഷ്യൻസിനെ ബേസ്ഡ് ഓൺ സിവിയറിറ്റി ഓഫ് ദ ഇഞ്ചുറി. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആരെയാ? ടു ദ റെഡ് ടാഗ് പേഷ്യന്റ്. അപ്പോൾ നമ്മൾ റെഡ് ടാഗ് പേഷ്യന്റ് അടുത്ത് ചെന്നു, വി ഹാവ് ടു അസസ് ദ പേഷ്യന്റ്. ഈ അസസ്മെന്റ് ഓഫ് ദ പേഷ്യന്റ് എന്ന് പറയുന്നത് 2 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അസസ്മെന്റ് ആണ് നമുക്കുള്ളത്. ഒന്ന് പ്രൈമറി സർവേ, രണ്ടാമത്തേത് സെക്കൻഡറി സർവേ. വാട്ട് ഇസ് പ്രൈമറി സർവേ ആൻഡ് വാട്ട് ഇസ് സെക്കൻഡറി സർവേ എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഫോർ നൗ ലെറ്റ്സ് ഫിനിഷ് ദിസ് ന്യൂമോണിക്. അപ്പൊ എസ് എന്ന് പറഞ്ഞ സോർട്ട്, എ എന്ന് പറഞ്ഞ അസസ്. എൽ എന്ന് പറയുന്നത് ആഫ്റ്റർ അസസ്മെന്റ് വി പ്രൊവൈഡ് ദ പേഷ്യന്റ് വിത്ത് ദ ഇമ്മീഡിയറ്റ് ലൈഫ് സേവിംഗ് ട്രീറ്റ്മെന്റ് ദാറ്റ് ദ പേഷ്യന്റ് റിക്വയർസ്. അതായത് ഒരു പേഷ്യന്റിന് ഏറ്റവും ആവശ്യമായ, ഇപ്പം റെഡ് ടാഗ് ഉള്ള പേഷ്യന്റിന് അവന് ഡെഫിനറ്റീവ് ട്രീറ്റ്മെന്റിനേക്കാളും മുമ്പേ വേണ്ടത് ലൈഫ് സേവിംഗ് ട്രീറ്റ്മെന്റാണ്. വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് കില്ലിംഗ് ദ പേഷ്യന്റ് ആൻഡ് വി ഹാവ് ടു സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ് മെഷേഴ്സ് ദാറ്റ് ക്യാൻ സേവ് ദ പേഷ്യൻസ് ലൈഫ്. അത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഡെഫിനറ്റീവ് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ലൈഫ് സേവിംഗ് ട്രീറ്റ്മെന്റ് ഹാസ് ടു ബി ഡൺ ബിഫോർ ഡെഫിനറ്റീവ് ട്രീറ്റ്മെന്റ്. Only then the patient will survive and will be able to definitely correct what is the underlying problem of the patient. ഇപ്പൊ എൽ എന്ന് പറയുന്നത് ഇസ് ദ ലൈഫ് സേവിംഗ് ട്രീറ്റ്മെന്റ്. ഇപ്പൊ ടെൻഷൻ ന്യൂമോതൊറാക്സ് ആണെങ്കിൽ നമ്മൾ ഇത് വരുമ്പോൾ ഡിസ്കസ് ചെയ്യും. ദ ലൈഫ് സേവിംഗ് ട്രീറ്റ്മെന്റ് ഇസ് നീഡിൽ ക്രിക്കോതൈറോയിഡോട്ടമി. നീഡിൽ വെച്ച് നീഡിൽ തൊറാക്കോട്ടമി. നീഡിൽ തൊറാക്കോസ്റ്റമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീഡിൽ ഇന്റർകോസ്റ്റൽ സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. We are converting that tension pneumothorax into open pneumothorax and the patient is out of immediate danger. അതാണ് ലൈഫ് സേവിംഗ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതിനെപ്പറ്റി നമ്മൾ ന്യൂമോതൊറാക്സ് പോർഷനിലേക്ക് വരുമ്പോൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എൽ എന്ന് പറയുന്നത് ലൈഫ് സേവിംഗ് ട്രീറ്റ്മെന്റ്. ആൻഡ് ടി എന്ന് പറയുന്നത് എന്താണ്? ടി എന്ന് പറയുന്നത് ലൈഫ് സേവിംഗ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ്. നമ്മൾ നമ്മുടെ പേഷ്യന്റിനെ സേഫ് ആക്കി, ദ പേഷ്യന്റ് ഹാസ് നോ ഇമ്മീഡിയറ്റ് റിസ്ക് ഓഫ് ഡെത്ത്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് ആണ്.
ഈ ഡെഫിനിറ്റീവ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് നമുക്ക് പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും, മനസ്സിലായി. അപ്പോൾ ഡെഫിനിറ്റീവ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അവസാനമാണ് വരുന്നത്. അണ്ടർലൈങ് അബ്നോർമാലിറ്റീസ് കറക്റ്റ് ചെയ്യുക, പേഷ്യന്റിന്റെ ബാക്കി ബുദ്ധിമുട്ടുകൾ കറക്റ്റ് ചെയ്യുക, റോഡ് ട്രാഫിക് ആക്സിഡന്റ് മൂലം ഉണ്ടായ ബാക്കി കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ട്രോമ മൂലം ഉണ്ടായ ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രാക്ചറുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുക. അതൊക്കെയാണ് ഡെഫിനിറ്റീവ് ട്രീറ്റ്മെന്റിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. ഇനി ടി എന്ന് പറയുന്നത് നമുക്ക് വേണേൽ ട്രാൻസ്പോർട്ട് എന്ന രീതിയിലും നമുക്ക് ആ ഫുൾ ഫോമിന് അത് ആ ലെറ്ററിനെ വ്യാഖ്യാനിക്കാം. ഇഫ് ദ ഫെസിലിറ്റി that the patient is brought into is unable to meet the demands of the patient, അല്ലെങ്കിൽ is unable to provide the treatment that the patient needs at that point of time, then we have to refer the patient to a higher center. അപ്പം ഈ റെഫറൽ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇതൊരു സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ഒരു ഇഫ് ദ പേഷ്യന്റ് requires a higher treatment at a higher facility, call an ambulance, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലുള്ള ആംബുലൻസിൽ പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക. along with the patient, ഹെൽത്ത് വർക്കർ, പ്രോബബ്ലി നേഴ്സ് ആയിരിക്കും. that nurse also has to go with the patient, and the patient who is and the person or the health worker who is accompanying the patient must convey all the details of the patient, including the type of injury that he has undergone. അതായത് ഈ പേഷ്യന്റ് എന്ത് ടൈപ്പ് ഓഫ് ഇഞ്ചുറി കൂടാണ് പോയിരിക്കുന്നത്, പേഷ്യന്റ് എന്തൊക്കെ ഇഞ്ചുറീസ് ഉണ്ട്, എന്ത് ടൈപ്പ് ഓഫ് ഇഞ്ചുറിയാണ്, എന്തൊക്കെ ഇഞ്ചുറീസ് ഉണ്ട്, എന്തൊക്കെ ട്രീറ്റ്മെന്റ് നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ച് കൊടുത്തു, എന്തുകൊണ്ടാണ് പേഷ്യന്റിനെ റെഫർ ചെയ്തത്, എന്തൊക്കെ ട്രീറ്റ്മെന്റ് പോകുന്ന വഴിക്ക് ആംബുലൻസിൽ വെച്ച് കൊടുത്തു, ഇതെല്ലാം ഇൻക്ലൂഡിങ് ദ പേഷ്യൻസ് പേഴ്സണൽ ഡേറ്റ കളക്ട് ചെയ്ത് നമ്മൾ ഹിസ്റ്ററി, ഇതെല്ലാം നമ്മൾ റെഫർ ചെയ്ത് പോകുന്ന ആശുപത്രിയിലെ ഡോക്ടർക്കോ അവിടുത്തെ നഴ്സുമാർക്കോ ഹാൻഡ് ഓവർ ചെയ്യുക. അതാണ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. നമ്മൾ പ്രൈമറി സർവേനെ പറ്റി സെക്കൻഡറി സർവേനെ പറ്റി ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പൊ പ്രൈമറി ഈ SALT സോൾട്ടിലെ എ എന്ന് പറയുന്ന അസസ്മെന്റ് ആണ്. ആ അസസ്മെന്റിൽ വരുന്ന 2 പാർട്ടാണ് പ്രൈമറി സർവേ ആൻഡ് സെക്കൻഡറി സർവേ. അപ്പൊ അതിനെപ്പറ്റി ഇനി ഡിസ്കസ് ചെയ്യാം. പ്രൈമറി സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് എന്താണ് പേഷ്യന്റിനെ ഇമ്മീഡിയറ്റ്ലി ആയിട്ട് ഹാം ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ ടെൻഷൻ ന്യൂമോതൊറാക്സ്. എന്തുകൊണ്ടാണ് പേഷ്യന്റ് ഹൈപ്പോക്സിക് ആവുന്നത്, എന്തുകൊണ്ടാണ് പേഷ്യന്റ് ആസ്ഫിക്സിയയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ കോസ് എന്താണ്, ലിറ്ററൽ കോസ്, വാട്ട് ഇസ് കില്ലിംഗ് ദ പേഷ്യന്റ് നൗ, അത് ഐഡന്റിഫൈ ചെയ്ത് ഹൗ ടു ടേക്ക് കെയർ ഓഫ് ദാറ്റ് കോസ് ആൻഡ് ടു സേവ് ദ പേഷ്യന്റ് ആൻഡ് ടു അതായത് പേഷ്യന്റിനെ അടുത്ത സ്റ്റേജിലേക്ക് കടത്താനുള്ള സഹായിക്കുക. പേഷ്യന്റ് ലൈഫ് സേവ് ചെയ്യുന്നതിൽ മാത്രമല്ലേ നമുക്ക് ഡെഫിനിറ്റീവ് ട്രീറ്റ്മെന്റിലേക്ക് പേഷ്യന്റിനെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പ്രൈമറി സർവേ എന്ന് പറയുന്നത് ഇൻക്ലൂഡ്സ് ഐഡന്റിഫൈങ് വാട്ട് ഇസ് കില്ലിംഗ് ദ പേഷ്യന്റ് and we have to plan how to take care of that patient, how to take care of that problem. Okay, അപ്പം ടെൻഷൻ ന്യൂമോതൊറാക്സ് ആണെങ്കിൽ നമ്മൾ നേരത്തെ അതിന്റെ മെക്കാനിസം പറഞ്ഞു. എയർ ഇസ് കമ്മിങ് ഔട്ട് ഓഫ് ദ ലങ്, ഇറ്റ് കാൺ ഗോ ഔട്ട് ഓഫ് ദ ചെസ്റ്റ് വാൾ ഓൾസോ ബിക്കോസ് ദ ചെസ്റ്റ് വാൾ ഇസ് ഇൻടാക്ട് ആൻഡ് ദ എയർ ഇസ് ഗെറ്റിംഗ് ട്രാപ്ഡ് ബിറ്റ്വീൻ ദ ചെസ്റ്റ് വാൾ ആൻഡ് ദ ലങ്സ്. അപ്പൊ ഇതൊരു മെക്കാനിക്കൽ ഫോഴ്സ് പോലെ അതോടെ അങ്ങനെ നിൽക്കുകയാണ്. പേഷ്യന്റിന് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആ സൈഡിലെ സൈഡിൽ ലങ്സിന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, ആ സൈഡിലത്തെ ബ്രെത്ത് വോളിയം നമ്മൾ ഓസ്കൾട്ടേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ബ്രെത്ത് സൗണ്ടുകൾ ഇല്ലായിരിക്കില്ല, ആബ്സെന്റ് ആയിരിക്കും. അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പ്രത്യേകിച്ച് വേറെ മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, എന്നാലും ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ആ സൈഡിൽ നമ്മൾ സ്റ്റെപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബ്രെത്ത് സൗണ്ട് ആബ്സെന്റ് ആയിരിക്കും. അതാണ് ടെൻഷൻ ന്യൂമോതൊറാക്സിന്റെ ഒരു ഹോൾമാർക്ക് ഫീച്ചർ എന്ന് പറയുന്നത്. എങ്ങനെ ആ പ്രോബ്ലത്തിന് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും, എങ്ങനെ ആ പേഷ്യന്റിനെ രക്ഷിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ അപ്പോൾ ആലോചിക്കേണ്ടത്. നമ്മൾ അതിനെപ്പറ്റിയും ഇപ്പൊ ജസ്റ്റ് ഒന്ന് പരാമർശിച്ചിരുന്നു. വി ഹാവ് ടു ഡു നീഡിൽ തൊറാക്കോസ്റ്റമി. ഇൻട്രകോസ്റ്റൽ സ്പേസിലേക്ക് പെട്ടെന്ന് ഒരു നീഡിൽ കെയർഫുൾ ആയിട്ട് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഹെൽപ്പ് ദാറ്റ് എയർ ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ ചെസ്റ്റ് കാവിറ്റി. എയർ ട്രാപ്ഡ് ആയിട്ടുള്ളത് പുറത്തേക്ക് പോയി ദ പേഷ്യന്റ് ഇസ് ഏബിൾ ടു അഗെയിൻ എക്സ്പാൻഡ് ഹിസ് ലങ്. അപ്പോൾ അതിനാണ് നമ്മൾ പ്രൈമറി സർവേ എന്ന് പറയുന്നത്. ഇതിന് ഈ ഒരു പ്രോസസ്സുകൾക്ക് ഇതൊക്കെ ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നതും ഇതൊക്കെ നടപ്പാക്കുന്നതിനുള്ള സ്റ്റെപ്പുകളാണ് പ്രൈമറി സർവേയിൽ വരുന്നത്. അപ്പോൾ പ്രൈമറി സർവേയുടെ ഏറ്റവും ബേസിക് ആവശ്യം എന്ന് പറയുന്നത് പ്രൈമറി സർവേ മസ്റ്റ് ബി ക്വിക്ക്. അപ്പം അത് പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താണ് കാര്യം? പ്രൈമറി സർവേ എന്ന് പറയുന്നത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് പെട്ടെന്ന് പ്രോബ്ലത്തെ ഡീൽ ചെയ്യാനുള്ള സാധനമാണ്. അപ്പം പ്രൈമറി സർവേ മസ്റ്റ് ബി ക്വിക്ക്. പ്രൈമറി സർവേയുടെ കമ്പോണൻസ് എന്ന് പറയുന്നത് ഈ നിമോണിക് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളിലും ATLS ഗൈഡ് ലൈനിലും ഒക്കെ ഉള്ള നിമോണിക് ആണ്. ദിസ് നിമോണിക് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നമ്മൾ ഞാനായിട്ട് ഉണ്ടാക്കിയ നിമോണിക് അല്ല. ദിസ് നിമോണിക് ഹാസ് ബീൻ ആസ്ക്ഡ്, ഇറ്റ് ഹാസ് ബീൻ ടെസ്റ്റഡ് ഇൻ ദ റീസെന്റ് UPSC എക്സാമിനേഷൻ ഓൾസോ. അപ്പോൾ ഈ നിമോണിക് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിക്കണം. ദ നിമോണിക് ഇസ് ABCDE. എ എന്ന് പറയുന്നത് എയർവേ, B എന്ന് പറയുന്നത് ബ്രീത്തിങ്, C എന്ന് പറയുന്നത് സർക്കുലേഷൻ, D ഫോർ ഡിസബിലിറ്റി ആൻഡ് E ഫോർ എക്സ്പോഷർ. ഇതിൽ ഓരോന്നും എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എന്നാലും ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. എ ഫോർ എയർവേ. ബേസിക്
പ്രിൻസിപ്പിൾ ഓഫ് പ്രൈമറി സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 കമ്പോണൻസ് ഡീൽ ചെയ്യുന്നതാണ്. ഈ 5 കമ്പോണൻസ് സോൾവ് ചെയ്ത് ഈ 5 കമ്പോണൻസും റെക്ടിഫൈ ചെയ്ത് പേഷ്യന്റിനെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നതാണ് പ്രൈമറി സർവേ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു പേഷ്യന്റ്, നമുക്കിപ്പം ഒരു പേഷ്യന്റ് നമ്മുടെ അടുത്തേക്ക് വന്നു, നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു. നമ്മൾ പ്രൈമറി സർവേയുടെ ഭാഗമായി ആദ്യം അസസ് ചെയ്യേണ്ടത് പേഷ്യന്റിന്റെ എയർവേ ആണ്. എയർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നേസൽ അപ്പർച്ചർ തൊട്ട് നേസൽ ക്യാവിറ്റി തൊട്ട് ട്രക്കിയ തൊട്ട് ബ്രോങ്കൈ തൊട്ട് ടെർമിനൽ ബ്രോങ്കിയോൾ തൊട്ട് റെസ്പിറേറ്ററി ബ്രോങ്കിയോൾ തൊട്ട് അസിനൈ വരെ നീളുന്ന സാധനമാണ് നമ്മുടെ എയർവേ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് ഇമ്മീഡിയറ്റ്ലി അസസ് ചെയ്യാൻ പറ്റുന്ന നേസൽ അപ്പർച്ചർ, നേസൽ ക്യാവിറ്റി, ട്രക്കിയ ആൻഡ് ബ്രോങ്കസ് മാത്രമേ പറ്റത്തുള്ളൂ അസസ് ചെയ്യാനായിട്ട്. അപ്പം ഈ എയർവേയിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക. ആ ഒബ്സ്ട്രക്ഷൻ നമുക്ക് മാറ്റാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ആ ഒബ്സ്ട്രക്ഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പേഷ്യന്റ് എങ്ങനെ ബ്രീത്ത് ചെയ്യും? പേഷ്യന്റ് ബ്രീത്ത് ചെയ്തില്ലെങ്കിൽ പേഷ്യന്റെ ഹാർട്ട് അല്ലെങ്കിൽ സർക്കുലേഷൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? പേഷ്യന്റിന്റെ ഡിസബിലിറ്റി പിന്നെ കറക്റ്റ് ചെയ്തിട്ട് എന്ത് കാര്യം? പേഷ്യന്റിന്റെ എക്സ്പോഷർ പ്രിവെന്റ് ചെയ്തിട്ട് എന്ത് കാര്യം? ഇതൊന്നും ഒരു കാര്യമില്ല. സോ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ എന്ന് പറയുന്നത്, അതായത് എയർവേയിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഡീൽ വിത്ത് ദാറ്റ് എയർവേ, ഫസ്റ്റ് സെക്യൂർ ദ എയർവേ, ഫസ്റ്റ് എയർവേ പേറ്റന്റ് ആക്കുക. ആഫ്റ്റർ മേക്കിംഗ് ദ എയർവേ പേറ്റന്റ് അല്ലെങ്കിൽ എയർവേ പ്രോബ്ലം സോൾവ് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ ബി പ്രോബ്ലത്തിലേക്ക് പോകാവൂ. ബി എന്ന് പറയുന്നത് ബ്രീത്തിങ് ആണ്. ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് മൂവ്മെന്റ്സ് ആണ്, പേഷ്യന്റിന്റെ ബ്രീത്തിങ് മൂവ്മെന്റ്സ്. ഇഫ് ദ പേഷ്യന്റ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ ബ്രീത്ത് ചെയ്യാൻ, യൂഷ്വലി എന്തെങ്കിലും ഫ്രാക്ചറോ അല്ലെങ്കിൽ ഫ്ലെയിൽ ചെസ്റ്റ് പോലത്തെ കണ്ടീഷനുകളോ, ഫ്ലെയിൽ ചെസ്റ്റിനെ പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയും. അങ്ങനത്തെ കണ്ടീഷൻ ഉണ്ടെങ്കിൽ പേഷ്യന്റ് ബ്രീത്തിങ് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഓൾസോ നമ്മുടെ ടെൻഷൻ ന്യൂമോത്തറാക്സ്, മാസീവ് ഹീമോത്തറാക്സ് എന്നൊക്കെ പറയുന്നത് ബ്രീത്തിങ് ബി കമ്പോണന്റുമായിട്ട് ഡീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിനെ പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് മോഡ്യൂളിൽ പറയും. അപ്പോൾ എയർവേയിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ബ്രീത്തിങ് കറക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. സോ ഫസ്റ്റ് എയർവേ സെക്യൂർ ആക്കുക, മെയിൻറ്റെയിൻ ദ എയർവേ. വൺസ് വി ആർ ഷുവർ ദാറ്റ് ദ എയർവേ ഇസ് പേറ്റന്റ് ആൻഡ് എയർവേ ഇസ് വെൽ മെയിൻറ്റെയിൻഡ്, ഗോ ഫോർ ബ്രീത്തിങ്. ബ്രീത്തിങ് എങ്ങനെയാണ്, എന്താണ് ബ്രീത്തിങ്ങിന്റെ പ്രോബ്ലം, എങ്ങനെയാണ് ബ്രീത്തിങ് എഫക്റ്റഡ് ആവുന്നത്, എന്താണ് പേഷ്യന്റെ ബ്രീത്തിങ്ങുമായിട്ട് ടാമ്പർ ചെയ്യുന്ന പ്രോബ്ലം, ഐഡന്റിഫൈ ദാറ്റ് പ്രോബ്ലം ആൻഡ് സോൾവ് ദാറ്റ് പ്രോബ്ലം ഇമ്മീഡിയറ്റ്ലി. അപ്പൊ ബി ബ്രീത്തിങ്. എ നമ്മൾ സോൾവ് ചെയ്തു, എ സോൾവ് ചെയ്തതിനു ശേഷം നമ്മൾ ബിയിലേക്ക് പോയി, ബി സോൾവ് ചെയ്തു. അതായത് ബ്രീത്തിങ്ങിന്റെ പ്രോബ്ലം ആയതിനു ശേഷം മാത്രമേ നമുക്ക് സി പ്രോബ്ലത്തിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ആൻഡ് ദാറ്റ് സി പ്രോബ്ലം എന്ന് പറയുന്നത് സർക്കുലേഷൻ പ്രോബ്ലം ആണ്. സർക്കുലേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പൾസ് റേറ്റ് ചെക്ക് ചെയ്യുക, യൂറിൻ ഔട്ട്പുട്ട് ഉണ്ടോ എന്ന് നോക്കുക, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. നമ്മുടെ ബോഡിയിൽ ഫ്ലൂയിഡ് ഡെഫിസിറ്റ് ആണോ, ഫ്ലൂയിഡ് എങ്ങനെയുണ്ട്, ആ ഒരു സ്റ്റാറ്റസ് നമുക്ക് മോണിറ്റർ ചെയ്യുക. അതിലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. ഇതാണ് സർക്കുലേഷന്റെ ബേസിക് സ്കീം എന്ന് പറയുന്നത്. സർക്കുലേഷൻ യൂഷ്വലി ദ ബെസ്റ്റ് ഫ്ലൂയിഡ്, നമ്മൾ സർക്കുലേഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബെസ്റ്റ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആണ്. അത് ഡിപ്പെൻഡിങ് ഓൺ ദ ലെവൽ ഓഫ് സർക്കുലേറ്ററി ഷോക്ക് അല്ലെങ്കിൽ ദ ലെവൽ ഓഫ് ക്ലാസ് ഓഫ് ഷോക്ക് ദാറ്റ് ദ പേഷ്യന്റ് ഇസ് ഇൻ. ക്ലാസ് ഓഫ് ഷോക്കുകൾ 4 എണ്ണമാണ്: ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4. ഈ 4 ക്ലാസ്സിനെ പറ്റിയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് മോഡ്യൂളിൽ പറയും. ആസ് ഓഫ് നൗ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കുക. വി ഐഡന്റിഫൈ ദ എമൗണ്ട് ഓഫ് ബ്ലഡ് ലോസ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഡെഫിസിറ്റ് ദാറ്റ് ദ പേഷ്യന്റ് ഹാസ്, and we start the measures including fluid replacement, blood transfusion, even injection tranexamic acid. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള പേഷ്യന്റിനെ എങ്ങനെയാണോ സേവ് ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റെപ്പാണ് ടു കറക്റ്റ് ദ സർക്കുലേറ്ററി പ്രോബ്ലം. അതാണ് ആ സ്റ്റെപ്പുകളെല്ലാം ഉൾപ്പെടുന്നതാണ് സി അഥവാ സർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എ സോൾവ് ആക്കി ബിയിലേക്ക് പോയി, ബി സോൾവ് ആക്കി സിയിലേക്ക് പോയി, സി സോൾവ് ആക്കിയതിനു ശേഷമാണ് നമുക്ക് ഡിയിലേക്കും ഇയിലേക്കും പോകാൻ പറ്റുന്നത്. ഡിയും ഇയും എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലെസർ ഇമ്പോർട്ടൻ്റ് ആണ് കമ്പയർഡ് ടു എ, ബി ആൻഡ് സി. ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, കാരണം പേഷ്യന്റിന് എന്തെങ്കിലും ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ പേഷ്യന്റിന് വേറെ എന്തെങ്കിലും ഇമ്പയർമെന്റ് ഉണ്ടായിട്ടുണ്ടോ, ആംസ്, ലെഗ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ അസസ് ചെയ്യുന്ന സ്റ്റെപ്പാണ് ഡിസബിലിറ്റി അസസ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഡിസബിലിറ്റി അസസ്മെന്റിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്ന സാധനം ഫോക്കൽ ന്യൂറോളജിക്കൽ അസസ്മെന്റ് ആണ്. നമ്മൾ അസസ് ചെയ്യാൻ പോകുന്നത് പേഷ്യന്റ് ന്യൂറോളജിക്കലി എന്തെങ്കിലും ഡെഫിസിറ്റ് ഉണ്ടായിട്ടുണ്ടോ ഈ ആക്സിഡന്റ് മൂലം, അതാണ് ഈ സ്റ്റെപ്പിൽ നമ്മൾ മെയിൻ ആയിട്ട് അസസ് ചെയ്യാൻ പോകുന്നത്. ഇത് അസസ് ചെയ്യാൻ വേണ്ടി നമുക്കുള്ളൊരു ഏറ്റവും മികച്ച ടൂൾ എന്ന് പറയുന്നതാണ് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്ന് പറയുന്ന GCS സ്കോർ. ഇതൊരു വളരെ സിമ്പിൾ സ്കോർ ആണ്. വി വിൽ സ്റ്റഡി അബൌട്ട് ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് മോഡ്യൂൾ. ഈ സ്കോറിൽ ഏറ്റവും മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് 15 ആണ്. ഏറ്റവും മിനിമം കൊടുക്കാൻ പറ്റുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് 3 ആണ്. ഇഫ് ദ പേഷ്യന്റ് ഇസ് ഹാവിംഗ് എ 15 സ്കോർ, ദ പേഷ്യന്റ് ഇസ് ഓൾ ഫൈൻ, ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കത്തില്ല. പിന്നെ അതിൽ ഓരോ ലെവലിൽ പേഷ്യന്റിന്റെ സ്കോർ കുറഞ്ഞു വരുന്നതനുസരിച്ച് പേഷ്യന്റ് നമ്മൾ ഓരോ ക്ലാസ് ആയിട്ട് തിരിക്കും. വെൻ ഇറ്റ് ഗോസ് ബിലോ 8, it indicates severe problem, and when it is 3, indicates that the patient is in coma, because that is the least point that the patient can have.
അതിന്റെ കൂടെ തന്നെ നമ്മൾ നോക്കുന്ന കാര്യങ്ങളാണ് പ്യൂപ്പിളറി റിയാക്ഷൻ. നമ്മൾ ലൈറ്റ് ഷൈൻ ചെയ്യും ഐയിലേക്ക്, അതിൽ നമ്മുടെ പ്യൂപ്പിളറി റിയാക്ഷൻ നോക്കും. ഐസ് നോർമലി നമ്മൾ ലൈറ്റ് ഷൈൻ ചെയ്യുമ്പം പ്യൂപ്പിൾ കൺസ്ട്രിക്റ്റ് ആണ്, ലൈറ്റ് ഓഫ് ചെയ്യുമ്പം പ്യൂപ്പിൾ ഡയലേറ്റഡ് ആണ്. ഇത് നോർമൽ റിയാക്ഷൻ ആണ്. ഇത് ഒരു റോഡ് ട്രാഫിക് ആക്സിഡന്റ് ഉള്ള പേഷ്യന്റിന് ചിലപ്പോൾ ഇമ്പയർഡ് ആയിരിക്കും, ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് ഇഞ്ചുറി ദാറ്റ് ദ പേഷ്യന്റ് ഹാസ്. അപ്പൊ ഇത് നമ്മൾ അസസ് ചെയ്യണം. ഇതൊക്കെയാണ് പ്യൂപ്പിളറി റിയാക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലാറ്ററലൈസിങ് സൈൻ എന്ന് പറഞ്ഞ സയൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ നെക്സ്റ്റ് മോഡ്യൂളിൽ പറയും. ബേസിക്കലി സ്പീക്കിംഗ്, പ്യൂപ്പിളറി റിയാക്ഷൻ നോക്കി കഴിയുമ്പോൾ ഒരു സൈഡിലെ കണ്ണ് മാത്രം, കണ്ണിന്റെ കോർണിയ പ്യൂപ്പിൾ മാത്രം ഡയലേറ്റഡ് ആയിട്ടിരിക്കും, മറ്റേ കണ്ണ് നോർമൽ ആയിട്ട് ഇരിക്കും. ബേസിക്കലി ഹെഡ് ഇഞ്ചുറി പേഷ്യന്റിന് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഇതിന്റെ അർത്ഥം. When a patient in trauma has undergone a severe head injury, പേഷ്യന്റിന് ഓഫ് കോഴ്സ് ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായിരിക്കും തലയ്ക്കകത്ത്. ഇൻട്രാക്രേനിയൽ പ്രഷർ, അതായത് തലയ്ക്കകത്ത് പ്രഷർ കൂടും. When it becomes more than 20 mmHg, more than 25 mmHg, what happens is that ടെമ്പറൽ ലോബാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഹെർണിയേറ്റ് ചെയ്യാൻ. ഹെർണിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ അകത്ത് പ്രഷർ കൂടി വരുമല്ലേ. ഈ ടെമ്പറൽ ലോബ് ഓഫ് നമ്മുടെ ബ്രെയിനിന്റെ ടെമ്പറൽ ലോബ് ഉണ്ട് ഇവിടെ ഇരിക്കുന്നത്. ആ ലോബ് പയ്യെ അകത്തേക്ക് കംപ്രസായി നമ്മുടെ ബ്രെയിൻ സ്റ്റെമ്മിന്റെ അവിടെ കൂടെ ഹെർണിയേറ്റ് ചെയ്ത് വരും. ടെമ്പറൽ ലോബിന്റെ അങ്കസ് എന്ന് പറയുന്ന പോർഷനാണ് കൂടുതൽ ഹെർണിയേറ്റ് ചെയ്യാൻ സാധ്യത. ഈ അങ്കസ് ഹെർണിയേറ്റ് ചെയ്യുമ്പോൾ ഇത് ഒപ്റ്റിക് നെർവിനെ കംപ്രസ് ചെയ്തിട്ട് ഏത് സൈഡിലാണോ ഈ അങ്കസ് ഹെർണിയേറ്റ് ആയി വരുന്നത് ആ സൈഡിലെ കോർണിയ ഡയലേറ്റഡ് ആയിട്ടിരിക്കും. അതിന് യാതൊരു വിധത്തിലുള്ള ലൈറ്റ് റിയാക്ഷനും ഉണ്ടായിരിക്കില്ല. അതാണ് ലാറ്ററലൈസിങ് സൈൻ ഓഫ് ദ പ്യൂപ്പിൾ എന്ന് പറയുന്നത്. വേറെ ലാറ്ററലൈസിങ് സയൻസ് ഉണ്ട്, ഹെമിപ്ലീജിയ ഒക്കെ ലാറ്ററലൈസിങ് സയൻസ് ആണ്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഇ എന്ന് പറയുന്നത് എക്സ്പോഷർ ആണ്, എക്സ്പോഷർ കൺട്രോൾ ആണ്. എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു റോഡ് ട്രാഫിക് ആക്സിഡന്റ് അല്ലെങ്കിൽ ട്രോമ അണ്ടർഗോ ചെയ്ത ഒരു പേഷ്യന്റ്, ആ പേഷ്യന്റിനും നോർമൽ പേഷ്യന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തെർമോ റെഗുലേറ്ററി മെക്കാനിസംസ് ഒക്കെ വളരെ വീക്ക് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു പേഷ്യന്റിന് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധാരണ പേഷ്യൻസിനെ പോലെ അല്ലെങ്കിൽ സാധാരണ മനുഷ്യരെ പോലെ പറ്റിയിരിക്കണം എന്നില്ല. മാത്രമല്ല നമ്മൾ കാഷ്വാലിറ്റിയിലൊക്കെ പേഷ്യന്റിനെ ഹെഡ് ടു അല്ലെങ്കിൽ പേഷ്യന്റ് പ്രൈമറി സർവേ ഒക്കെ ചെയ്യുമ്പോൾ വി സ്ട്രിപ്പ് ദ പേഷ്യന്റ് നേക്കഡ് ആൻഡ് ദെൻ വി അസസ് ദ പേഷ്യന്റ്. അപ്പൊ അങ്ങനെ ഒരു പേഷ്യന്റിനെ നമ്മൾ അങ്ങനെ നേക്കഡ് ആയിട്ടൊക്കെ അവിടെ കിടത്തുമ്പോൾ ഹൈ ചാൻസ് ദാറ്റ് ദ പേഷ്യന്റ് ക്യാൻ ലൂസ് ബോഡി ഹീറ്റ്. അപ്പം ഹൈപ്പോതെർമിയ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഹൈപ്പോതെർമിയ ഇസ് എ വെരി സിവിയർ കണ്ടീഷൻ ബിക്കോസ് ഹൈപ്പോതെർമിയ ക്യാൻ ലീഡ് ടു ആസിഡോസിസ് ആൻഡ് ഇറ്റ് ക്യാൻ ലീഡ് ടു ഡെത്ത്. മനസ്സിലായോ? ഹൈപ്പോതെർമിയ മാത്രം ക്യാൻ കിൽ എ പേഷ്യന്റ്. അപ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി പ്രിവെന്റ് ദ എക്സ്പോഷർ ഓഫ് ദ പേഷ്യന്റ് ടു ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. നമുക്ക് കഴിയുന്നത് എത്രോളം പേഷ്യന്റിനെ ഹൈപ്പോതെർമിയയിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുക. ഫോർ ദാറ്റ് വി ഹാവ് ടു പ്രൊവൈഡ് ദ പേഷ്യന്റ് വിത്ത് തിക്ക് ബ്ലാങ്കറ്റ്സ്. ഒരുപാട് തിക്കല്ല, ആവശ്യത്തിന് തിക്കായിട്ടുള്ള ബ്ലാങ്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക. ഓൾസോ ഗിവ് ദ പേഷ്യന്റ് പ്രീ വാംഡ് സലൈൻ. പ്രീ വാംഡ് സലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സലൈനാണ് പ്രീ വാംഡ് സലൈൻ. ഓക്കെ, ഇതാണ് ABCDE. Basic principle: if there is a problem with A, we don't go to B unless the problem of A is solved. അങ്ങനെ ഓരോ സ്റ്റെപ്പ് താഴേക്ക് സോൾവ് ചെയ്ത് പോവുക. This is what we call as the primary survey. Secondary survey ഒന്നുമില്ല. Secondary survey is what we do after we have dealt with the patient and after we have solved A, B, C, D and E problems. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് സെക്കൻഡറി സർവേ എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ കാര്യം പറയാം, നമ്മൾ ഈ പ്രൈമറി സർവേയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഫോളീസ് കത്തിയിട്ടിടുന്നതും നമ്മുടെ റൈൽസ് ട്യൂബ് ഇടുന്നതും നമ്മുടെ പെൽവിക് എക്സ്റേ എടുക്കുന്നതും ചെസ്റ്റ് എക്സ്റേ എടുക്കുന്നതും ABG എടുക്കുന്നതും ECG എടുക്കുന്നതും നമ്മുടെ CBC എടുക്കുന്നതും RBS എടുക്കുന്നതും ഇതെല്ലാം പ്രൈമറി സർവേയുടെ ഭാഗമാണ്. കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, റാൻഡം ബ്ലഡ് ഷുഗർ ലെവൽ, ECG, ABG, ഇതെല്ലാം ഈവൻ പെൽവിക് എക്സ്റേ, ചെസ്റ്റ് എക്സ്റേ ഇതെല്ലാം പ്രൈമറി സർവേയുടെ ഭാഗമാണ്. ബട്ട് സെക്കൻഡറി സർവേയുടെ ഭാഗമായിട്ട് വരുന്നതാണ് CT. എന്തുകൊണ്ട് സെക്കൻഡറി സർവേയുടെ ഭാഗമാകുന്നു? വൈൽ എക്സ്റേ ഇസ് എ പാർട്ട് ഓഫ് പ്രൈമറി സർവേ. സിമ്പിൾ ആണ് ആൻസർ. ഫോർ CT വി ഹാവ് ടു ഷിഫ്റ്റ് ദ പേഷ്യന്റ് ആൻഡ് CT ടേക്സ് ടൈം. നമുക്ക് എമർജൻസി CT എടുത്താൽ പോലും CT ഒരു പേഷ്യന്റിനെ അകത്തേക്ക് കൊണ്ടുപോയി CT ചെയ്യിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റിക്വയർസ് ഷിഫ്റ്റിംഗ് ദ പേഷ്യന്റ് ആൻഡ് ദ പേഷ്യന്റ് മേ നോട്ട് ബി ഇൻ എ സ്റ്റേറ്റ് വെയർ ദ പേഷ്യന്റ് ക്യാൻ ബി ഷിഫ്റ്റഡ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ CT എന്നൊക്കെ പറയുന്ന സെക്കൻഡറി സർവേയുടെ ഭാഗമാകും. ദാറ്റ് CT ഒക്കെ നമുക്ക് പിന്നെ ചെയ്യാം, അതിനുള്ള സമയം ഇപ്പോൾ ഇല്ല എന്നൊരു കണ്ടീഷൻ വരും. അതുകൊണ്ടാണ് CT എന്നൊക്കെ പറയുന്നത് സെക്കൻഡറി സർവേയുടെ ഭാഗമാവുന്നത്. പക്ഷെ എന്തുകൊണ്ട് പ്രൈമറി സർവേയുടെ ഭാഗമാവുന്നു ചെസ്റ്റ് എക്സ്റേ, പെൽവിക് എക്സ്റേ? കാരണം നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം അല്ലേ, എങ്ങനെയാണ് പേഷ്യന്റ് ന്യൂമോതൊറാക്സ് ഉണ്ടായതെന്ന് ഐഡന്റിഫൈ ചെയ്യണമല്ലോ. അതും ഈ പ്രൈമറി സർവേയുടെ ഒരു ഭാഗമാണല്ലോ. എങ്കിലല്ലേ നമുക്ക് ഓവറോൾ മാനേജ്മെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെസ്റ്റ് എക്സ്റേ ചെയ്യണം. അതുപോലെ തന്നെ പെൽവിക് എക്സ്റേ ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെൽവിസ് ഫ്രാക്ചേഴ്സ് നമുക്ക് ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ചിലപ്പോൾ പേഷ്യന്റ് നമുക്ക് എവിടുന്ന ബ്ലീഡ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവണമെന്നില്ല. കാരണം പെൽവിക് റീജിയനിൽ ബ്ലീഡിങ് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യണമെന്നില്ല. അത് മാസീവ് ബ്ലീഡിങ് ആയിരിക്കാം,
പേഷ്യന്റ് ആദ്യം ഒന്നും ഒരു കുഴപ്പമില്ലാതിരിക്കാം, പക്ഷെ പയ്യെ പേഷ്യന്റ് ഷോക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ ആലോചിക്കും ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന്. ഇത് രണ്ടും ബേസിക് സാധനങ്ങളാണ്, ഇത് രണ്ടും പ്രൈമറി സർവേയുടെ ഭാഗമാണ്. സിമ്പിൾ ആയിട്ട് ഓർത്താൽ മതി, പെൽവിക് എക്സ്റേ, ചെസ്റ്റ് എക്സ്റേ എന്ന് കേട്ടോ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് പ്രൈമറി സർവേ. വൈൽ വെൻ വി ഡു സെക്കൻഡറി സർവേ വി ഡു CT സ്കാൻ. അത് ഇലാബറേറ്റ് ഹെഡ് ടു ടോ എക്സാമിനേഷൻ ഉണ്ട്. വി ക്യാൻ ടേക്ക് അവർ ഓൺ ടൈം, വി ക്യാൻ ഡു CT സ്കാൻ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻസ് വേണമെങ്കിൽ അതും ചെയ്യാം. അതെല്ലാം നമുക്ക് ചെയ്യാനുള്ള ടൈമാണ് സെക്കൻഡറി സർവേ. സോ ഇതാണ് നമ്മുടെ ട്രോമ അല്ലെങ്കിൽ ട്രയാജിങ് എന്ന് പറയുമ്പോഴുള്ള ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് മോഡിൽ ഡിസ്കസ് ചെയ്യാം.